ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 16 വിശുദ്ധ ജോൺ നെപ്പോമുസിൻ്റെ തിരുനാൾ. ബൊഹീമിയയിൽ നെപ്പോമുക്കിൽ ജനിച്ച ഉടനെ ഉണ്ടായ മാരകമായ രോഗത്തിൽ നിന്നും ദൈവമാതാവിൻ്റെ സഹായത്താൽ സുഖം പ്രാപിച്ചതിന് കൃതജ്ഞതയായി മാതാപിതാക്കൾ ജോണിനെ ദൈവ ശുശ്രൂഷയ്ക്ക് പ്രതിഷ്ഠിച്ച് നല്ല വിദ്യാഭ്യാസം നൽകി. യുവാവായ ജോണിൽ പ്രകാശിച്ച ശാന്തത, ശാലീനത, ദൈവഭക്തി, പഠന സാമർഥ്യം മുതലായ ഗുണങ്ങൾ ഭാവിയിലേക്കുള്ള സൂചനകളായിരുന്നു. രാവിലെ അടുത്തുള്ള ആശ്രമത്തിലെ കുർബാനകളെല്ലാം കാണുമായിരുന്നു. തുടർന്നുള്ള സമയമെല്ലാം പഠനമായിരുന്നു. ദൈവശാസ്ത്രത്തിലും സഭാ നിയമത്തിലും ബിരുദം നേടി വൈദിക പട്ടം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ സുമധുരമായിരുന്നതിനാൽ യുവജനങ്ങൾ അവ കേൾക്കാൻ തടിച്ചുകൂടുമായിരുന്നു. 1376 വെഞ്ചസ്ലാസ് നാലാമൻ തൻ്റെ 16-ാമത്തെ വയസ്സിൽ ബൊഹീമിയ രാജാവായി. യൗവനത്തിൽ ലഭിച്ച അധികാരവും പ്രൗഢിയും രാജാവിനെ മദ്യപാനിയും അലസനുമാക്കി. ഫാദർ ജോണിനെ കൊട്ടാരത്തിലേക്ക് നോമ്പുകാല പ്രസംഗത്തിന് ക്ഷണിച്ചു. അതിൽ സംതൃപ്തനായ രാജാവ് ജോണിന് മെത്രാൻ സ്ഥാനവും ചാൻസലർ സ്ഥാനവും വച്ചു നീട്ടി. അദ്ദേഹം അവയെല്ലാം നിരസിച്ചു. ദരിദ്ര സേവനത്തിൽ മുഴുകി. ആൽബർട്ടിന്റെ മകൾ ജെയിനെ വിവാഹം കഴിച്ച വെഞ്ചസ്ലാസ് രാജാവ് രാജ്ഞിയുടെ വിശുദ്ധ ജീവിതം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. തന്നോട് രാജ്ഞി കാണിക്കുന്ന ആർദ്രത പോലും രാജാവ് സംശയിച്ചു. രാജ്ഞിയുടെ കുമ്പസാരക്കാരനായ ജോണിൽ നിന്നും കുമ്പസാരത്തിൻ്റെ സംക്ഷേപം പിടിച്ചെടുക്കാൻ രാജാവ് ശ്രമിച്ചു. അത് നടക്കാതെ വന്നപ്പോൾ ജോണിനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ജയിലിലടച്ചു. മർദ്ദന യന്ത്രത്തിൽ കിടത്തി. എന്നിട്ടും കുമ്പസാര രഹസ്യം ഫാദർ വെളിപ്പെടുത്തിയില്ല. ഈ മനുഷ്യനെ ഇരുട്ടാകുമ്പോൾ പുഴയിലേക്ക് എറിയുക, ജനങ്ങൾ അറിയരുത്. 1383 പ്രേഗു പാലത്തിൽ നിന്നും മെയ് 16-ാം തീയതി കൈകാൽ ബന്ധിച്ച് ഫാദർ ജോണിനെ മുൾഡ നദിയിൽ വലിച്ചെറിഞ്ഞു. ഫാദർ ജോണിൻ്റെ മൃതദേഹത്തിന് ചുറ്റും പ്രകാശം കണ്ട് ജനങ്ങൾ ഓടിക്കൂടി. ഭക്തിപൂർവം അന്ന് സംസ്കരിച്ച ആ മൃതദേഹം 300 വർഷങ്ങൾക്ക് ശേഷവും വിശുദ്ധന്റെ നാവ് ഇന്നും അഴിയാതെ കാണപ്പെട്ടു. വിശുദ്ധ ജോൺ നെപ്പോമുസിനെ അങ്ങയെപ്പോലെ ഞങ്ങളും സത്യസന്ധരായി ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം
നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.